ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അലുവേര ജെൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുമ്പ് നമ്മളൊരു അലുവേര ജെൽ ഉണ്ടാക്കിയിരുന്നല്ലോ. അതെ, മുമ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതൊരു ലിക്വിഡ് പോലത്തെ അലുവേര ജെല്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന അലുവേര ജെല്ലില്ലേ, അതേ കൺസിസ്റ്റൻസിയിൽ എങ്ങനെ നമുക്ക് അലുവേര ജെൽ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇതിനായിട്ട് നമ്മൾ കറ്റാർവാഴ പൾപ്പും അതുപോലെ ചൈന ഗ്രാസും പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈറ്റമിൻ ഇ ഇല്ലാണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം. ചൈന ഗ്രാസ് എന്ന് പറയുന്നത് കടലിലുണ്ടാവുന്ന ഒരു തരം ആൽഗയാണ്. അപ്പൊ ഈ ആൽഗയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടാണ് ചൈന ഗ്രാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈന ഗ്രാസിന് സീ ജലറ്റിൻ എന്നും ഒരു പേരുണ്ട്. പിന്നെ നമുക്ക് ചൈന ഗ്രാസ് മാത്രമല്ല ജലറ്റിനും ഇതിന് ഉപയോഗിക്കാം. ജലറ്റിൻ ആനിമൽസിന്റെ പാർട്സ് നിന്നാണ് എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ അഗർ അഗർ മീൻസ് ചൈന ഗ്രാസ് മാത്രം യൂസ് ചെയ്യാം. അപ്പൊ ഈ ചൈന ഗ്രാസ് വെള്ളത്തിലിടുന്നതാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിൽ അത് വെള്ളത്തിലിട്ട് വെക്കണം. ഒരു 5-10 മിനിറ്റ് നേരം അത് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് സോഫ്റ്റ് ആയാലേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം ഒരു കാര്യം ചെയ്യാം, ചൈന ഗ്രാസ് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ അത് ഞാൻ ഈ വെള്ളത്തിലിടുകയാണ്. മുങ്ങാൻ പാകത്തിനുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്, കണ്ടില്ലേ. അപ്പോൾ അധികം സമയം കൊണ്ട് ഇതൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമ്മളിത് വെള്ളത്തിലിട്ട് വെക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ചൈന ഗ്രാസ് ഫേസിലിടാൻ പറ്റുമോ? ചൈന ഗ്രാസ് ഫേസിലും അതുപോലെ ഹെയറിലൊക്കെ ഇടാം. ചൈന ഗ്രാസ് അതുപോലെ ജലറ്റിനൊക്കെ ഒരുപാട് ബ്യൂട്ടി പ്രോഡക്ട്സിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇതുകൊണ്ട് ഫേസ് പാക്ക് അതുപോലെ പീൽ ഓഫ് മാസ്ക് പിന്നെ ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഈ ചൈന ഗ്രാസ് ഫേസിലിട്ട് കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവും. കൂടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് ഹെയറും നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവുകയും ഹെയർ നല്ല സിൽക്കി സ്മൂത്ത് ആവുകയും ചെയ്യും. ഈ ഒരു സംഭവം ലിപ്സ്റ്റിക്, ഓയിൻമെന്റ്, ക്രീം, സോപ്പ് ഇങ്ങനെ ഒരുപാട് കോസ്മെറ്റിക് ഐറ്റംസിലും എല്ലാം ഈ ചൈന ഗ്രാസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഇത് ആൽഗയാണല്ലോ. അപ്പൊ ഈ ഫൈബർ കാരണം വെയിറ്റ് ലോസിനെ ഇത് സഹായിക്കും. പിന്നെ നമ്മൾ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാൻ ചൈന ഗ്രാസ് ആണല്ലോ ഉപയോഗിക്കുക. അപ്പൊ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർവാഴ ജ്യൂസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ കറ്റാർവാഴ പൾപ്പ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് നന്നായിട്ട് ജ്യൂസ് ആക്കണം. ജ്യൂസ് ആക്കാന്ന് പറയുമ്പോൾ അതിൽ ഒരു തരിയും പാടില്ല, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ജ്യൂസ് ആക്കി എടുക്കണം. നമ്മൾ അത് എടുക്കുമ്പോൾ അതിനൊരു മഞ്ഞ കറ വരും. അപ്പൊ ആ ഒരു കറ എന്ന് പറഞ്ഞത് കുറച്ച് ടോക്സിൻ ഉള്ളതാണ്. ഒരെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിന്റെ പൾപ്പ് എടുക്കുക എന്നുള്ളത്. നമ്മുടെ കറ്റാർവാഴ എന്ന് പറയുന്നത് ഇത് ശരിക്കും എന്താ പറയാ, ചെടീന്റെ ലീഫാണ്. അപ്പൊ ഇതിന്റെ സൈഡിലും മുള്ളുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഈ 2 സൈഡിൽ നിന്നും മുള്ള് കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. ഇത് ഞാൻ ഇതിങ്ങനെ ഒരു 3 കഷ്ണമാക്കുകയാണ്. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം. പിന്നെ ഈ ലാസ്റ്റത്തെ അതിന്റെ വാലുണ്ടല്ലോ, ഇത് ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇതിന്ന് പൾപ്പെടുക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ ഞാനിതിന്റെ ഈ 2 സൈഡിലെ മുള്ളും കളഞ്ഞിട്ട് അത് മാറ്റി വയ്ക്കുക ചെയ്യാറ്. എന്നിട്ട് ഒരുപാട് കറ്റാർവാഴ നമ്മൾ എടുക്കുമല്ലോ, അപ്പൊ ഒരുപാട് ആവുമ്പോൾ ഞാൻ അതെടുത്തിട്ട് അരയ്ക്കും. അപ്പൊ ഉണ്ടല്ലോ ഇതങ്ങനെ ആ വാൽഭാഗമാണ്. അപ്പൊ ഇത് അത്യാവശ്യമായിട്ടുണ്ട്. ഇതിനി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് മിക്സിയിലിട്ട് ജ്യൂസ് ആക്കും. ഈ പേസ്റ്റിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ കുറച്ച് ചൊറിച്ചിലുണ്ടാവും, കാരണം ഇതിന്റെ തൊലി നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. പക്ഷെ നല്ലതാണ്. എന്നിട്ട് തലയിൽ തേക്കാറാണ് ചെയ്യാറ്. മുഖത്ത് തേക്കരുത്, തലയിൽ തേക്ക ഉപയോഗിക്കാം. കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ചൊറിച്ചിലില്ലാതെ അപ്ലൈ ചെയ്യാം. അപ്പോൾ തലയിൽ മൊത്തം ഞാൻ ഇത് അപ്ലൈ ചെയ്യും, ഒരു മാസ്ക് പോലെ. ഇതിന്റെ ഈ ഒരു പേസ്റ്റ് എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യും. പിന്നെന്താ പറയാ, നല്ലൊരു കണ്ടീഷനിങ് എഫക്റ്റ്, പിന്നെ ഒരുപാട് യൂസ് ഉണ്ട്. ഇനി ചെയ്യാന്നുള്ളത് ഈ 2 സൈഡും ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ഭാഗം അതിൻ്റെ ആ തൊലിയോട് ചേർത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്പൂൺ വെച്ചോ കത്തി വെച്ചോ ഇതിങ്ങനെ ചുരണ്ടി എടുക്കാം. അപ്പൊ നമുക്ക് ഈ കത്തി കൊണ്ട് ഇങ്ങനെ ഓരോ കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ചെറിയ പീസസ് ആയിട്ട് ഇത് കിട്ടും. ഇനി ഇതിങ്ങനെ ചുരണ്ടി എടുക്കുക. പൾപ്പ് എടുക്കുമ്പോൾ നമ്മുടെ കയ്യിലാവില്ല. അപ്പൊ ഞാനത് ഇങ്ങനെ കയ്യിൽ അപ്ലൈ ചെയ്യാറാണ് പതിവ്. അപ്പൊ ഇത് അബ്സോർബ് ആയി പോയിക്കോളും.
അപ്പോൾ കയ്യിൽ അതിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുള്ള ഒരിതൊന്നുമില്ല. പിന്നെ ഈ പൾപ്പുണ്ടല്ലോ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, തലയിൽ തേക്കാം, ജ്യൂസാക്കാതെ. അതുപോലെ തന്നെ കയ്യിലും കാലിലും മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മളെ പൾപ്പ് ഇവിടെ റെഡിയാണ്. ഇനി ഇത് പോയിട്ട് നമുക്ക് ജ്യൂസ് അടിക്കണം. അപ്പം ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് സ്മൂത്തായിട്ട് അരച്ചെടുക്കണം, മീൻസ് ജ്യൂസാക്കി എടുക്കണം. അങ്ങനെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ട് ഒന്ന് അരിച്ചെടുക്കുക. കാരണം നമുക്ക് സ്മൂത്തായിട്ട് വേണം നമ്മുടെ അലുവേര ജെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി അതിൽ ബാലൻസ് വരുന്നത് ജ്യൂസാക്കിയിട്ട് വീണ്ടും അരിക്കുക. അങ്ങനെ കംപ്ലീറ്റ് നമുക്ക് അതിൻ്റെ സത്ത് എടുക്കാം. അലുവേരയുടെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജെല്ലാക്കി എടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ചുവട് കട്ടിയുള്ള ഏത് പാത്രം ആണെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാം. നമ്മുടെ ചൈന ഗ്രാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൈന ഗ്രാസാണ് നമ്മൾ ഫസ്റ്റ് ഇതിലിട്ട് ഉരുക്കിയെടുക്കേണ്ടത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ചൈന ഗ്രാസിലെ ഈ കട്ടകളെല്ലാം അലിഞ്ഞ് ചേർന്ന് നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആവുന്ന വരെ ഇത് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയാൽ മതി കേട്ടോ, കണ്ടിന്യൂസ്ലി ഇളക്കൊന്നും വേണ്ട. അപ്പോൾ ചൈന ഗ്രാസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അലുവേര ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ജ്യൂസ് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തിളയ്ക്കുന്നതിന് തൊട്ടുമുള്ള ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്കിത് ഓഫാക്കാം. അപ്പോൾ നമ്മുടെ അലുവേരേൻ്റെയും ഈ ചൈന ഗ്രാസിൻ്റെ അളവ് എന്ന് പറയുന്നത് കറക്റ്റ് ഒരു 2 ലിറ്ററിലേക്ക് നമുക്ക് 5 ഗ്രാം ചൈന ഗ്രാസ് മതി. ഇപ്പോൾ 10 ഗ്രാം ഇട്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ആ ഒരു തിക്നെസ് കൂടും. പിന്നെ നമ്മളെ ഫേസിൽ ഇങ്ങനെ ഒരു പീല് പോലെ വരും, നമുക്ക് പീൽ ഓഫ് മാസ്ക് പോലെയൊക്കെ ഇങ്ങനെ അടർന്ന് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ. നമ്മൾ മോയ്സ്ചറൈസറായിട്ട് ഉപയോഗിക്കുന്ന അലുവേര ജെല്ലാണെന്നുണ്ടെങ്കിൽ 5 ഗ്രാം ചേർത്താൽ മതി. അല്ലാതെ നമുക്കിങ്ങനെ ഫേസ് മാസ്ക് പോലെയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ 10 ഗ്രാം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ അലുവേര ജെല്ല് റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഇറക്കി വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിക്കണം. അത്രയും പരിപാടിയാണ്. അപ്പോൾ ഇത്രയും ഇതിലേക്ക് ഞാൻ ഒരു 3 ക്യാപ്സ്യൂൾ വരെ ഇടുന്നുണ്ട്. 4 വരെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ വൈറ്റമിൻ ഇ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ആർഗൻ ഓയിലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4-5 തുള്ളി ഇറ്റിച്ച് കൊടുത്താൽ മതി. നമ്മുടെ ഇവിയോൺ ക്യാപ്സ്യൂൾ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പാത്രം അനക്കാതെ വയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് സൂക്ഷിക്കുന്നത് അതിലേക്ക് ഒഴിച്ച് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. കാരണം ഇതിലിരുന്ന് സെറ്റാവുമ്പോൾ പിന്നെ എടുക്കുമ്പോൾ അത് അതിൻ്റെ ഷേപ്പിനൊരു വ്യത്യാസം വരും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കണ്ടെയ്നറിലാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് വെച്ചാൽ മതി ഈ ഒരു സമയത്ത് തന്നെ. അപ്പോൾ അലുവേര ജെല്ല് നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏത് പാത്രത്തിലാണ് സൂക്ഷിക്കേണ്ടത് അതിൽ ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഒരു ആഴ്ച 2 ആഴ്ച വരെ ഞാൻ മാക്സിമം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏത് സമയത്തും മോയ്സ്ചറൈസറായിട്ടോ ഫേസ് ക്രീമായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ ഇത് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ എൻ്റെതാകെ അലങ്കോലം വേണ്ട പീസായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ ആ ഇടുന്ന പാത്രത്തിൽ തന്നെ ഒഴിക്കണം. പക്ഷേ പ്ലാസ്റ്റിക്കിൽ ഒഴിക്കരുത് കേട്ടോ, കാരണം ഇത് ചൂടുള്ള സമയത്താണല്ലോ നമ്മളിത് സെറ്റാൻ വയ്ക്കുന്നത്. ഇപ്പോൾ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒക്കെ ജാറിൽ കീപ്പ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ വേറെ 1-2 പേർക്ക് കൊടുക്കാമെന്ന് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പാത്രത്തിലാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അലുവേര ജെല്ല് ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള അലുവേര ജെല്ല് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എങ്ങനെയാണെന്നുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ അലുവേര ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി ഉള്ള അലുവേര ജെല്ല് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാമെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അലുവേര ജെല്ല് നമുക്ക് കയ്യിലും കാലിലും ഫേസിൽ, ലിപ്പിൽ, പിന്നെ കണ്ണിന് താഴെ ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാം. മാത്രമല്ല ഹെയറിലും നമുക്ക് ഹെയർ ക്രീമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് നമ്മൾ തല തോർത്തി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് ഷാമ്പു ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കില്ലേ, അതിന് പകരം
ഇത് അപ്ലൈ ചെയ്യാം. ഇനി ഇത് അപ്ലൈ ചെയ്യാൻ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് കയ്യിലും കാലിലും അതുപോലെ ഫേസിൽ ഫുൾ ബോഡി അപ്ലൈ ചെയ്ത് കിടക്കാം. പിന്നെ മേക്കപ്പിന് മുമ്പ് പ്രൈമറായിട്ടോ മോയ്സ്ചറൈസർ ആയിട്ടോ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട് ഇതുകൊണ്ട്. അപ്പൊ ഞാനിത് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതെന്ന് വെച്ചാല് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബ് ആയി പോകും. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.